ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗം. തുരുമ്പും കീടങ്ങളും നശിപ്പിക്കാത്ത സ്വർഗരാജ്യത്ത് നിങ്ങളുടെ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കണം. ഈ ലോക ജീവിതത്തിൽ നമുക്ക് നേടാവുന്നതിനൊക്കെ പരിധിയുണ്ടായിരുന്നു. ഈ ലോകം തരുന്ന സന്തോഷവും സുഖവും ഒന്നുമല്ല യഥാർത്ഥ സമാധാനത്തിൻ്റെ സ്വർഗീയ സന്തോഷത്തിൻ്റെ മേഖലയെന്ന് തിരുവചനം നമ്മുടെ മുമ്പിൽ ഇന്ന് തുറന്നു പറയുകയാണ്. നിക്ഷേപങ്ങൾ കരുതി വയ്ക്കേണ്ടത് സ്വർഗരാജ്യത്തിൽ. ഈ ലോകത്തിലെ നന്മ പ്രവൃത്തികൾ കൊണ്ട്, സൽക്രിയകൾ കൊണ്ട് ദൈവസന്നിധിയിൽ സൗധങ്ങൾ തീർക്കുക. മനോഹരമായ 2 കഥകൾ നാം കേട്ടിട്ടുണ്ടാകും. ഒന്ന്, വിശുദ്ധ തോമാസ് ലീഹ ഭാരതത്തിലേക്ക് ആഗതനായതിനു ശേഷം ഗുണ്ടഫർ രാജാവ് അദ്ദേഹത്തെ മനോഹരമായ ഒരു കൊട്ടാരം പണിയാൻ ഏൽപ്പിക്കുന്നു. കൊട്ടാരം പണിയാനായി കൊടുത്ത പണം കൊണ്ട് അദ്ദേഹം സാധുക്കളെ സേവിക്കുന്നു. ഒരിക്കലും ഗുണ്ടഫർ തോമ പണിത കൊട്ടാരം കാണാൻ ആഗ്രഹിച്ചപ്പോൾ സ്വർഗീയ സൗധത്തിൻ്റെ ചിത്രം കാണിച്ചു കൊടുത്ത് അതിൻ്റെ മാസ്മരികമായ സൗന്ദര്യം കാണിച്ചു കൊടുത്ത് ഗുണ്ടഫർ രാജാവിനെയും കുടുംബത്തെയും സഭാമക്കളാക്കി മാറ്റുന്നതിൻ്റെ ഒരു സുഖമുള്ള കഥ. ഇവിടെ നാം കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഈ ലോകത്തിലല്ല നിക്ഷേപങ്ങൾ കരുതി വയ്ക്കേണ്ടത് എന്ന സൂചന തന്നെയാണ്. ഈ ലോകത്തിൽ മഹീതമായി ജീവിച്ച, ഏറെ പേരും പ്രശസ്തിയും നേടിയ സുന്ദരിയായ ഒരു രാജ്ഞി ഈ ലോക ജീവിതത്തിന് ശേഷം സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. പത്രോസ് ലീഹ അവൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരുന്ന ഭവനം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ദൂതന്മാരെ പറഞ്ഞു വിട്ടു. വലിയ വലിയ മണിമാളികകൾ പിന്നിട്ട് ദൂതൻ ഈ രാജ്ഞിയെ നയിച്ചു കൊണ്ടുപോവുകയാണ്. ഓരോ വലിയ കൊട്ടാരം കാണുമ്പോഴും തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നതാണ് എന്ന് കരുതി അവൾ അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ദൂതൻ പറഞ്ഞു, ഇതല്ല നിങ്ങളുടെ കൊട്ടാരം. വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ കെട്ടുങ്ങളുടെ അങ്ങയുടെ പ്രൗഢി കുറഞ്ഞു. ഓടിട്ട വീടായി, പുല്ലുമേഞ്ഞ വീടായി. അവസാനം ഒരു ഷെഡിൻ്റെ മുമ്പിൽ അവളെ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഭൂമിയിൽ നിന്ന് നീ അയച്ച സാധനങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു കൊട്ടാരം പണിയാനേ ഞങ്ങൾക്ക് സാധിച്ചുള്ളൂ. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യം ദൈവം നമുക്ക് വേണ്ടിയിട്ട് നൽകിയ വിഭവങ്ങൾ കൊണ്ട് നാം കരുത്തുവെച്ച സ്വർഗീയ സൗധനങ്ങളിൽ ദൈവത്തെ അനവരതം പാടിസ്തുതിച്ചുകൊണ്ടുള്ള വാസസ്ഥലമാണ് എങ്കിൽ, എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് സ്വർഗത്തിൽ മണിസൗധങ്ങൾ ഉയരണമെങ്കിൽ ഈ ലോക ജീവിതത്തിൽ നന്മ നിറഞ്ഞ വഴികളിലൂടെ, ദൈവഭയത്തിൻ്റെ വഴികളിലൂടെ, കാനായിലെ കല്യാണവേളയിൽ അമ്മ അവൻ പറഞ്ഞ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ നാം തയ്യാറാകണം. അല്ലാത്ത പക്ഷം നാം എത്തിച്ചേരുന്ന ദുരന്തം ഭീകരമായിരിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ തിരുവചനം നമുക്ക് നൽകുന്നുണ്ട്. തുരുമ്പും കീടങ്ങളും നശിപ്പിക്കാത്ത അനർഘളമായ അനുഗ്രഹത്തിൻ്റെ മാരിച്ചൊരിയുന്ന സ്വർഗരാജ്യത്തിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. വിശ്വാനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.